ഹായ് ഗായ്സ്, ഇന്ന് നമുക്കൊരു എട്ടിൻ്റെ പണി കിട്ടിയിട്ടോ. സംഭവം വേറെ ഒന്നുമല്ല, നമ്മൾ ഈ ടാങ്കിലായിരുന്നു നേരത്തെ റെഡ് ടൈലും മൈക്രോ ബിഡ്സും ഇട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മൈക്രോ ബിഡ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ റെഡ് ടൈലിനെ പിടിച്ച് മാറ്റി, കാരണം ഇവന്മാർ തമ്മിൽ നല്ലൊരു അടി ഉണ്ടായി കേട്ടോ. അപ്പം റെഡ് ടൈൽ നല്ല രീതിക്ക് പരിക്ക് പറ്റി ഒരു പരിവായിട്ടിരിക്കണം കേട്ടോ. അവൻ ഡെഡായി പോകുമെന്ന് അറിയത്തില്ല. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, അവൻ്റെ ചിറകും വാലും എല്ലാം കീറിയിരിക്കും കേട്ടോ. ആൾ പിന്നെ ഇപ്പോൾ ഫുഡ് കൊടുക്കുന്നില്ല. അപ്പം നമ്മൾ വേറൊരു ചെറിയ ടാങ്കിൽ ഇട്ട് വെച്ചിട്ട് കല്ലുപ്പൊക്കെ ഇട്ടൊന്ന് സെറ്റാവുമെന്ന് തോന്നുന്നു. ആൾ നല്ല രീതിക്ക് പരിക്ക് പറ്റിയിരിക്കണേ ആൾ. ഇപ്പോൾ ഫുഡ് കൊടുത്തിട്ടാണെങ്കിലും എടുക്കുന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നാൾ 2 ആഴ്ചയോളം ഇവന്മാർ ഒരുമിച്ചിരുന്നത്, വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ മൈക്രോ ബിൽഡ് സ്ഥലമായി നീച്ചിട്ട് സൈസ് കയറിയപ്പം ഭയങ്കരമായിട്ട് ഉപദ്രവമായിട്ടോ വേറെ മീനെല്ലാം. അപ്പം നമ്മൾ ഇപ്പുറത്തെ ഒരു പ്ലാറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവനെ നമുക്ക് ഇട്ട് കൊടുക്കാം മൈക്രോ ബിൽഡ്സിന്. അവനെ ഫീഡൊന്നും ചെയ്തില്ല ഇന്ന്. ഇടുമ്പം തന്നെ ചാടി വെട്ടുള്ളൂ കേട്ടോ ആൾ. നമുക്ക് നോക്കാൻ വരുമോയെന്ന്. കണ്ടോ, ഇടുമ്പം തന്നെ ചാടി വെട്ടുന്നൊരു മൈൻഡ് സെറ്റാണ് ആൾ. പിന്നെ നമ്മളൊരു തീരുമാനം എടുത്തു, ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ചെന്ന മൈക്രോ ബിഡ്സിനെ മാത്രം ഇട്ട് വളർത്താമെന്ന്. വേറൊരു മീനും ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവൻ സമ്മതിക്കില്ല, എല്ലാത്തിനും അടിച്ച് നിരപ്പാക്കുള്ളൂ.